അപ്പൊ മലയാളം നമുക്കിന്ന് മലയാളത്തിന്റെ ക്ലാസ് അങ്ങ് തുടങ്ങാം. എന്റെ വിഷയം ഞാൻ പഠിപ്പിക്കുന്നതല്ല, ടീച്ചർ ഇവിടെ ഇല്ല, അതുകൊണ്ട് ഞാൻ മലയാളം അങ്ങ് എടുക്കുക. സാർ പഠിപ്പിച്ചു. മഞ്ചരിയുടെ ലക്ഷണം പറയടാ, നീ പറ. മഞ്ചരി നീ പറയടാ. പാസ്. സാറേ ഒരുവിധം പാട്ടൊക്കെ പാടും, ഒരുവിധം അല്ല നല്ലപോലെ പാടും. പിന്നെ ഇച്ചിരി ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ഉണ്ട്. പിന്നെ കാണാനും വലിയ കുഴപ്പമില്ല. പാട്ടുകാരി മഞ്ചരിയുടെ ലക്ഷണമാണോ ഞാൻ പറഞ്ഞത്? അഖിലേ നീ വാങ്ങിക്കും കേട്ടോ. സാറ് പറയട്ടെ. ശതകാകളി വൃത്തത്തിൽ രണ്ടാം പാതയിൽ രണ്ടക്ഷരം കുറഞ്ഞിടില്ല, അതെന്തായിടും? മഞ്ഞരി. റേഷനരി. എടാ രണ്ടക്ഷരം കുറയ്ക്കുമ്പോഴായി മഞ്ചരി, അതില്ലേ സാറേ? അത് കുറയ്ക്കാതിരുന്നാ പോലെ. അത് തന്നെ. രണ്ടക്ഷരം കുറഞ്ഞിടില്ല, അത് മഞ്ചരി ആയിടും കേട്ടോ. അടുത്ത് നമുക്ക് ഹിസ്റ്ററി. ഹിസ്റ്ററി എന്നല്ലെന്നാൽ എന്താണ്? ഞാനോ? പറ. ചാരിത്രം. ചാരിത്രം എന്നെ കൊണ്ട് കളയിപ്പിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. ചരിത്രം. ആഗസ്റ്റ് 15-നെ കുറിച്ച് ഒരു 2 വാക്ക് പറ. നീ പറയടാ. ആഗസ്റ്റ് 15 മമ്മൂട്ടിയുടെ പടമാണ്. ഷാജി കൈലാസ് ആണ് അതിന്റെ സംവിധായകൻ. ആ പടം നല്ല രീതിയിൽ ഓടിയില്ല, അതുകൊണ്ട് നിർമ്മാതാവ് നഷ്ടമായിരുന്നു. അടിപൊളി. ആ നിർമ്മാതാവ് ഇങ്ങോട്ട് ഇറങ്ങി വന്നാട്ട്. അല്ല, OTT ഓടിയപ്പോ ലാഭമായിരുന്നു. ആ നിർമ്മാതാവ് ഏതാ? ആഗസ്റ്റ് 15-ന് നമുക്ക് എന്ത് കിട്ടും? മുട്ടായി കിട്ടും. അവധി കിട്ടിയത്. 15-ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അത് കിട്ടി. ഏത് എന്തോ കിട്ടി? ഇപ്പം കിട്ടി. അതോടെ പോയിരിക്കും. സ്വാതന്ത്ര്യം കിട്ടാ പാടാ. ഒന്നുമില്ല. സത്യം പറഞ്ഞ നിങ്ങളെ കൊണ്ട് എനിക്ക് അങ്ങ് തലവേദന, എനിക്ക് സഹിക്കാൻ പറ്റില്ല. സാർ ഒന്ന് റെസ്റ്റ് എടുത്തോ 2 മിനിറ്റ്. ബുക്കിംഗ് കൊണ്ടുപോകാം. എന്താടാ ബുക്ക് തരാനോ? എന്തിന്? ഞാൻ നോക്കിട്ട് തരാടാ. തുറക്കല്ലേ? എന്തുവാ? മയിൽപ്പീലി ഇരിക്കുവാ. ഇത് മൈപ്പിലി വെച്ചേക്കുന്നേ. എടാ മയിൽപ്പീലി ഇതിനകത്തിരുന്ന് പ്രസവിക്കുമ്പോഴേ അങ്ങനെ ക്ലാസ്സിലെ മഞ്ജു ഇല്ലോ, എനിക്ക് അതിനെ കല്യാണം കഴിക്കാൻ പറ്റും. നോക്കട്ടെ. എടാ തുറക്കരുത്. ഇത് പ്രസവിച്ചില്ലല്ലോടാ. എടാ ഞാനും ആലോചിച്ച് ഒത്തിരി നാളായി അത് വെച്ചിട്ട്. എന്തോ അതെടുത്തില്ല. അതാ ഇത് പ്രസവം നിർത്തിയ മൈപ്പീലിയാ. എന്തോടെ കടന്നു പോകുന്നു? അപ്പം ബുക്കിനകത്തേ മൈപ്പീലി കൊണ്ടുവന്നു. മഞ്ജുവിനെ ക്ലാസ്സിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊണ്ടുവരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇടോ നോക്കട്ടെ. ആവശ്യമില്ലാത്ത ഓരോ സാധനങ്ങൾ ക്ലാസ്സിൽ കൊണ്ടുവന്നേക്കുവാ. ഇത് ബുക്കിനകത്ത് വെച്ചാലേ മഞ്ജുവിനെ കല്യാണം കഴിക്കാൻ പറ്റും. നമ്മൾ ആഗ്രഹം സാധിക്കും അവൻ പറയുന്നത്. ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ഈ ഞാൻ പീലി കൊണ്ടുവരത്തില്ല. ടീച്ചറെ വനജ ടീച്ചറെ, കുട്ടിയുടെ കയ്യിൽ നിന്നേ ഞാനൊരു മയിൽപ്പീലി പൊക്കിയിട്ടുണ്ട്. അതൊക്കെ മതി. ഇതിപ്പോ കുട്ടികൾ പറയുന്നത് ഇത് പുസ്തകത്തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമെന്ന്. ടീച്ചർ ഇതാ ഹാജർ ബുക്കിനകത്തോട്ടൊന്ന് ചുരുങ്ങി കയറ്റാമോ? പറ്റത്തില്ലേ ടീച്ചറെ? വെച്ചിട്ട് പോവാനോ? വൈകിട്ട് വിളിക്കാമേ. മേടിച്ചോണ്ട് വരുന്നുണ്ട്. സംസാരിക്കരുത് വിട്ടു കേട്ടോ. ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരുത് കേട്ടോ. ഇത് വിട്ടിരിക്കട്ടെ, സ്റ്റാഫ് റൂമിൽ കൊണ്ടുവെക്കാം. അവിടെ എന്തിനു കൊണ്ടുവെക്കുക? സൗകര്യമാവല്ലോ. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ എഴുന്നേറ്റ് വന്നേ. അടിക്കാനല്ലെങ്കിൽ വന്നേ. അടിക്കാനാണ് ഞാൻ. അനന്ത് ഇപ്പുറത്ത് വാടാ. അവിടെ നിന്ന് ഒതുങ്ങാതെ. എടാ നിങ്ങളെ വഴക്ക് പറയുന്നതും അടിക്കുന്നതൊക്കെ നിങ്ങൾ നന്നാകാൻ വേണ്ടിയാ. ഞാൻ പഠിപ്പിച്ചിട്ടുള്ള എന്റെ കുട്ടികളെല്ലാം ഡോക്ടർമാര്, അഡ്വക്കേറ്റ്, ജില്ലാ കളക്ടർ വരെ ആയിട്ടുണ്ട്. എന്നിട്ടും സാർ ഇവിടെ തന്നെ കിടക്കും. സാർ ഇവിടെ കിടന്ന് ഇന്ത്യയുടെ തലത്താനെ ഇവിടെ ഐസക് ന്യൂട്ടന്റെ തല വേണം ആപ്പിളെ കൂടാ തെറിച്ചു പോയെ. ഫോണിൽ വിളിക്കാൻ പോകുന്നു. സാറിന് എന്താ ഇവിടെ ഇങ്ങനെ നിന്നാ മതി. ഇത്രയും കാര്യം പറഞ്ഞിട്ട് പോലും നിങ്ങൾ നന്നാകത്തില്ലയോ?